എടാ സഞ്ജു, എന്താ അളിയാ? എടാ നമുക്ക് ക്യാമ്പ് അടിക്കാൻ പറ്റിയ സ്ഥലം ഇത് തന്നെയല്ലേ? ഇവിടെ നമുക്ക് അങ്ങ് അടിച്ചാലോ ക്യാമ്പ്? അത് വേണ്ട അളിയ, ഇവിടെ കൊള്ളത്തില്ല സ്ഥലം. നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് വന്നിട്ട് പോയി അടിക്കാം. അന്ന് എല്ലാരും നടക്ക്. എടാ സഞ്ജു, നമുക്ക് ഇവിടെ ക്യാമ്പ് അടിക്കാം. ഓ അത് വേണ്ട അളിയ, ഇവിടെ ഭയങ്കര മരമൊക്കെ ആയിട്ട് ഒന്നും കാണത്തില്ല പുറത്തോട്ട്. രാവിലെ ആയിട്ട് നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും കുറച്ചുകൂടെ ദൂരം പോകാം. കുറച്ച് ദൂരം കൂടെ പോയിട്ട് നമുക്ക് അവിടെ ക്യാമ്പ് അടിക്കാം. അയ്യോ അളിയ, മഴ പെയ്യുന്നു. ദേ നല്ല ചന്ദ്രനൊക്കെ ഉദിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അങ്ങനെ മഴ പെയ്യുന്നു, ഇതെന്തോന്ന്? എടാ സഞ്ജു, മഴയും കൊണ്ട് നിൽക്കോ, പെട്ടെന്ന് ഓർഡർ എങ്ങോട്ട് ലോഡും. ഏതെങ്കിലും മരത്തിന്റെ അടിയിൽ പോയി നിൽക്കോ നമുക്ക്. ദേ സഞ്ജു, വേണ്ട ഒരു വലിയ വീട്. നമുക്ക് ഈ വീട്ടിൽ കയറി ഇരിക്കാം, മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട്. അല്ല, എല്ലാരും എന്തോ മടിച്ചു നിൽക്കുന്നത്. ബാ എല്ലാരും പെട്ടെന്ന് കയറി, മഴ കൊള്ളാതെ. അല്ല അളിയ, ഞങ്ങളൊക്കെ എല്ലാവർക്കും കൂടെ കണ്ടിട്ട് പേടി വരുന്നു. പ്രേത ബംഗ്ലാവ് പോലെ ഇരിക്കുന്നു കണ്ടിട്ട്. ഇപ്പൊ പ്രേതബംഗ്ലാവണേ എന്തായാലും സാരമില്ല. പെട്ടെന്ന് വാ എല്ലാരും, മഴ കൊള്ളാതെ. പെട്ടെന്ന് ഇങ്ങോട്ട് കയറി, പറഞ്ഞേക്ക സമയമില്ല. ഇതെന്തൊരു അളിഞ്ഞ വീട് ഇത്. പെട്ടെന്ന് മഴയും തോരുവാണെന്ന് ഇറങ്ങി പോയായിരുന്നു. അയ്യോ, കഥ കടഞ്ഞു തന്നെ. എന്റെ പൊന്നളി, അളിയൻ ഇങ്ങനെ എന്തൊരു പേടിക്കുന്നത്? അത് കാറ്റടിച്ചിട്ടായിരിക്കും അടഞ്ഞത്. ഭയങ്കര വലിയ മഴയൊക്കെ അല്ലേ, അപ്പോൾ കാറ്റില്ലായിരിക്കും. പിന്നെ കാറ്റടച്ചടച്ചതാ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ ഇരിക്കാനും സ്ഥലമില്ല, മൊത്തം തര അഴുക്കാം. നമുക്ക് ഇവിടെ കുറച്ചു നേരം നിൽക്കാം, മഴ തോരുന്നവരെ. എന്തായാലും ഒന്ന് പേടിച്ചു പോയി. അതാരാളിയാ കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്നാലും കേൾക്കുന്നേ? ദേ മോളത്ത് നിലയെന്നാ കരച്ച് കേൾക്കുന്നത്. നമുക്ക് ഇന്നലെ പോയി നോക്കിയിട്ട് വരാം. എന്റെ പൊന്നളി, അങ്ങോട്ട് നോക്കാൻ പോണ്ട. ചിലപ്പോ അതിൽ പ്രേതത്തിന്റെ കുഞ്ഞ വല്ല ആയിരിക്കും. നീ പോടാ സഞ്ജു, നീ ഇപ്പോഴും പ്രേതത്തിനെ വിശ്വസിച്ചോണ്ടിരിക്കുകയാണ്. ഈ ലോകത്തെ ഇല്ല പ്രേതം എന്ന് പറഞ്ഞ സാധനം. പിന്നെ കഥ കാറ്റടിച്ച് അടഞ്ഞ സൗണ്ട് കേട്ടിട്ട് പിന്നെ അളിയും പേടിച്ചോ? അത് പിന്നെ കാറ്റടിച്ചിട്ടല്ല അടഞ്ഞ, അതാ പേടിച്ചു പോയത്. ബാ നമുക്ക് എന്തായാലും ആരാന്ന് പോയി നോക്കിയിട്ട് വരാം. എടാ കൊച്ചിനെ, നമ്മളാണെങ്കിൽ വേണ്ട ഇവിടെ എത്തിയെന്ന് തോന്നുന്നു. ആ സൗണ്ട് കേൾക്കുന്നു, ആ കൊച്ചിന്റെ കരച്ചില്. കേട്ടാ സഞ്ജു? ആ കേട്ടളിയാ. ദോ അളിയ, ഒരു കൊച്ചുകുട്ടി ഇരുന്ന് കരയുന്നു. എടാ സഞ്ജു, നീ ഒന്ന് പോയി നോക്കിയിട്ട് വേടാ. ഒന്ന് പോവാ അളിയ, അളിയൻ തന്നെ പോയിട്ട് വാ. എടാ സഞ്ജു പ്ലീസ് എടാ, നിനക്ക് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ ഒരു കുഴിമന്തി വാങ്ങിച്ചു തരാടാ, പ്ലീസ് എടാ. കുഴിമന്തി വാങ്ങിച്ചു തരാമെങ്കിൽ ഞാൻ പൊക്കോളാം. ഹലോ മോളെ, എന്താ പറ്റി കരയുന്നേ മോളെ? എന്താടാ നിനക്ക് വേണ്ടേ? അയ്യോ അയ്യോ അളിയാ, എന്താണ് നീ ഓടി ഒന്ന് ഒറ്റ വിളി വിളിച്ച? എന്നെ പേടിച്ചു പോയി. അയ്യോ അളിയ അളിയ, ആ കൊച്ചാണെങ്കിലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടിപ്പിശാതാ. അയ്യോ ഞാൻ കണ്ടതിനെ. അയ്യോ അതിന്റെ യഥാർത്ഥ മുഖം. അയ്യോ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോവാ. മഴയാണെങ്കിലും എന്താണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഈ വീട്ടിൽ നിന്ന് പോവാ. വീടാണെങ്കിലും എന്താണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോവാ അളിയാ. അളിയനെന്തൊരു ചിരിക്കുന്നേ? ഇനി അവിടെ ഇരിക്കുന്ന കുട്ടിപ്പിശേഷം അളിയന്റെ ദേഹത്ത് കയറിയോ? അയ്യോ അളിയാ. അല്ലടാ, നീ ആ കൊച്ചിനെ കണ്ടപ്പോ എങ്ങനെയാ ഇരുന്നത് അതുകൂടെ പറ. ആ പെങ്ങച്ചിനെ ഞാൻ വിളിക്കും. ആരാരും ചോദിച്ചപ്പോ തന്നെ എന്നെ നോക്കി കണ്ണൊക്കെ ചുമന്ന് തുടിത്തിരിക്കും, ചോരയെ കൊഴുകുന്നു. പിന്നെ എന്താണ്ട് കവളത്താണെങ്കിൽ എന്താണ്ട് മാന്തി പോലത്തെ ഒരു ഇതും കൂടെ കണ്ടി. അതുകൊണ്ട് ഞാൻ പേടിച്ചത് കുട്ടി പിശാചേക്ക് പേടി വരുന്നു. എടാ മണ്ട, ഈ വീട് ഇത്ര ഇരുട്ടല്ലേ, അതുകൊണ്ട് ആ കൊച്ചിനെ കണ്ടപ്പോ നിനക്ക് തോന്നിയതായിരിക്കും അങ്ങനത്തെ പ്രേതത്തിന്റെ മുഖം. നിനക്ക് തോന്നിയതാണ്. പോടാ അവിടുന്ന്, നീ ഒരു മണ്ടൻ തന്നെ. എന്നാൽ ഈ കാര്യം അളിയനൊന്ന് പോയി നോക്കി കൺഫേം ചെയ്തിട്ട് വാ. ആ ശരിയാണ്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഹലോ മോളെ, മോളെ എന്തു പറ്റി കരയുന്നേ മോളെ? അയ്യോ ചേട്ടാ, എന്റെ അച്ഛനും അമ്മ കാണുന്നില്ല. ചേട്ടൻ എവിടെയെങ്കിലും എന്റെ അച്ഛനും അമ്മ കണ്ടായിരുന്നോ? ഇല്ല മോളെ, നിന്റെ അച്ഛനും അമ്മയും ഞങ്ങൾ എവിടെയും കണ്ടില്ല. നമുക്ക് എന്തായാലും നിന്റെ അച്ഛനും അമ്മ കണ്ടുപിടിക്കാം. കരയണ്ട, ബാ. താങ്ക് യു ചേട്ടാ. അളിയൻ ആ കുട്ടി പിശാചിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നു. അയ്യോ എടാ സഞ്ജു, നീ അല്ലല്ലോ പറഞ്ഞ ചെന്ന് നോക്കപ്പോ പ്രേതത്തിനെ പോലെ ഇരിക്കുന്നു ഈ കൊച്ചിനെ കണ്ടിച്ച്. ഇതൊരു പാവം പിടിച്ച കൊച്ച. അല്ല അളിയ, ഞാൻ നീനൊന്നും പറയണ്ട. ഇതൊരു പാവം പിടിച്ച മോളെ ഇത്. നീ പറഞ്ഞത് പ്രേതമെന്നല്ലേ, ഇതൊരു പാവം പിടിച്ച മോളെ ഇത്. പക്ഷേ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഈ കൊച്ചിന് ഞാൻ വിളിച്ചപ്പോഴാണെങ്കിൽ ഉണ്ട കണ്ണും ഉരുട്ടി എന്നെ നോക്കുന്നു. ചുമന്ന കണ്ണും കണ്ണെന്നൊക്കെ ചോര, രണ്ട് കണ്ണെന്ന് ചോര ഒറ്റി ഒറ്റി വീഴുന്നു. പിന്നെ അത് മാത്രമല്ല മറ്റേ കവളിന്റെ അവിടെ എന്താണ്ട് ഒരു മാന്തിയ പാടും കൂടെ എന്നെ കൊണ്ട് നോക്കുന്നത്. പേടിച്ച് ഓടി വന്നത്. ആളിയാ, ആളിയെന്നൊന്ന് വിശ്വസിക്കുക ആളിയാ.
എടാ കൊച്ചിന് നിന്നോടല്ലേ ഞാൻ പറഞ്ഞേ, അവിടെ വെച്ചാ പറഞ്ഞ ഈ പ്രേതം ഇല്ല ഭൂതം ഇല്ല, ഈ ലോകത്തേ ഇല്ല അങ്ങനത്തെ ഒരു സാധനമേ. അല്ലാതെ ഈ അളിയാൻ പറയുന്നാല് ഈ ലോകത്ത് പ്രേതമോ ഭൂതമോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ നേരെ ഇതിനൊന്നും കണ്ടിട്ടില്ലല്ലോ. കണ്ടാൽ മാത്രമല്ലേ അറിയാൻ പറ്റത്തുള്ളൂ ഉണ്ടോ ഇല്ലയോന്ന്. എന്റെ എല്ലാ കണക്കുകൂട്ടലിലും ഈ ലോകത്ത് പ്രേതം ഇല്ലെന്ന അർത്ഥം. അളിയൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. കുട്ടിപ്പിശാചിനെ കൊണ്ട് വിളിക്കുകയോ വീട്ടിൽ കൊണ്ട് വെക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യേ. ഭവിഷ്യത്ത് വരുമ്പോൾ എല്ലാവർക്കും കൂടെ അനുഭവിക്കാം. നീ ഒന്ന് പോടേക്കാ. അല്ല ചേട്ടന്മാര് തമ്മിൽ തല്ലുകൂടാതെ എന്നെ എന്റെ അച്ഛനും അമ്മയുടെ അടുത്ത് കൊണ്ടുവിടേ. അല്ല മോളെ, മോളുടെ അച്ഛനും അമ്മ ഞങ്ങൾക്ക് എവിടെയെന്ന് അറിയത്തില്ല. അപ്പൊ എന്റെ അച്ഛനും അമ്മ എവിടെയെന്ന് അറിയത്തില്ലേ? ഈ മോള് കരയണ്ട മോള്, നമുക്ക് തപ്പി കണ്ടുപിടിക്കാം എവിടെയാ നിന്റെ അച്ഛനും അമ്മയും. കരയണ്ട. ഹായ്, അപ്പൊ എന്റെ അച്ഛനും അമ്മ തപ്പി കണ്ടെത്തുവല്ലേ? എടി ജിസ്മി മാമൻ പറഞ്ഞ പോലെ തന്നെ അതിനെ കണ്ടിട്ട് ഒരു കുട്ടിപ്പിശാചിന്റെ ലക്ഷണം. അപ്പൊ നീ മാമൻ സപ്പോർട്ടാണോ? അങ്ങനെയല്ലല്ല, കണ്ടിട്ട് എനിക്കൊരു കുട്ടിപ്രേതത്തിനെ പോലെ ഇരിക്കുന്നു, അതാ ഞാൻ പറഞ്ഞത്. എന്നല്ല ആണെന്നല്ല, എനിക്ക് തോന്നുന്ന കാര്യം പറഞ്ഞു ഞാൻ. നമ്മുടെ അച്ഛൻ പറഞ്ഞല്ലോ പ്രേതമില്ല ഭൂതമില്ല ഈ ലോകത്ത്, അത്രേ ഉള്ളൂ. മര്യാദക്ക് നടക്കിങ്ങോട്ട് മിണ്ടാതെ. ഓ എന്തായാലും ജാടേ അവൾക്ക്. അല്ല മോളെ, നീ എങ്ങനെ ഇവിടെ എത്തി? എനിക്കറിയത്തില്ല ചേട്ടാ, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കറിയത്തില്ല. ഓ, ഈ മോളുടെ അച്ഛനും അമ്മ നമ്മളവിടെ പോയി തപ്പാനാ? എന്തായാലും തപ്പി കണ്ടുപിടിക്കാൻ പറ്റി നോക്കാം. എന്റെ പൊന്നടി, നീ ഒന്ന് അടക്ക്. അയ്യോ അവരെല്ലാരും പെട്ടെന്ന് പോയോ? അയ്യോ പെട്ടെന്ന് പോകണേ. അയ്യോ കഥ പറഞ്ഞ്. അയ്യോ ഇനി എന്താ ചെയ്യും? അയ്യോ അളിയാ ചേച്ചി, അയ്യോ കഥ പറഞ്ഞേ. അയ്യോ ഞാനിവിടെ പെട്ടുപോയി. എനിക്കൊന്ന് അളിയന് അവരെല്ലാരും കൂടെ പെട്ടെന്ന് അങ്ങ് എവിടെയെങ്കിലും പോയി കാണും. ചിലപ്പോൾ ഏതായാലും ദൂരെയുള്ള റൂമിലായിരിക്കും ഇപ്പൊ. അയ്യോ ഞാൻ അവിടെ പോയിട്ട് പോയി, എനിക്ക് പേടി വന്നിട്ട് പോയി. എന്താ ഇട്ടേ റൂം. അയ്യോ ഒരു ജനാല പോലും ഇല്ല ഇവിടെ തുറക്കാൻ. വെട്ടത്തിന് വേണ്ടിട്ട് പേടി വന്നിട്ട് പോയി. എന്റെ അമ്മേ, ഏത് സമയത്താണ് കാമിങ് എന്ന് പറഞ്ഞു വന്നത്? ഓ പറഞ്ഞ പോലെ എൻ്റെ ഫോണില്ലേ, ആ ഫോൺ വെച്ച് അളിയനെ വിളിക്കാം. അളിയനോട് ഇങ്ങോട്ട് വരാൻ പറയാം, തന്നെ കഥ പറഞ്ഞ് പെട്ടുപോയെന്ന് പറയാം. എനിക്ക് മനസ്സിലായിട്ട് ഈ കഥ അങ്ങനെ അടഞ്ഞ് അകത്ത് കാട്ടൊന്നും കയറുന്നില്ലല്ലോ. ഇനി ആ കുട്ടി പിശാചിന്റെ കളി തന്നെ അല്ലാതെ പിന്നെ വേറെ എന്താണ്? എന്തായാലും പറഞ്ഞൊക്കെ സമയമില്ല, അളിയനൊന്ന് വിളിക്കാം. നിങ്ങൾ കോൾ വിളിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയുടെ ഫോൺ ഇപ്പൊ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കൂ. ഓ ആകെ പെട്ട് ഞാൻ, എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. ആളിനോട് ഞാൻ മര്യാദക്ക് പറഞ്ഞത് ആ കുട്ടി പിശാചിനെ കൊണ്ട് വരണ്ടെന്ന്. ഇപ്പൊ ഞാനല്ലേ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത്. ഈ കഥ അടച്ചത് ആ കുട്ടി പിശാച് തന്നെ. എനിക്കത് അറിയാം. കഥ ഒന്ന് വലിച്ചു തുറക്കാൻ പറ്റും നോക്കട്ടെ ഒന്ന്. അയ്യോ അയ്യോ, 2 ഐഡിയ വെള്ളത്തിലായല്ലോ ഇപ്പം. അളിയനെ ഫോൺ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ്, പിന്നെ കഥ വലിച്ചു തുറക്കാൻ നോക്കിയിട്ട് ഭയങ്കര ടൈറ്റ്. 2 വെള്ളത്തിലായി, 3 വെള്ളത്തിലായി, ഞാൻ വെള്ളത്തിലായി. അല്ലാതെ പിന്നെ മലയാള ഭാഷ ഞാൻ പറഞ്ഞത് ആ കുട്ടി പിക്ചേഴ്സിനെ കൊണ്ട് വരേണ്ടത്. മര്യാദക്ക് പുറത്തിറങ്ങി പോയിരുന്നു. ഇപ്പോൾ വല്ല കുഴപ്പമുണ്ടെന്ന് അവർക്കൊന്നും കുഴപ്പം, ഞാനല്ല അവിടെ പെട്ട് കിടക്കുന്നത്. എൻ്റെ വന്നി ഇവരോട് ഒരു വഴിക്ക് ഞാൻ പോത്തില്ലെന്ന് പറഞ്ഞാൽ വഴിക്ക് പോത്തില്ല. ഇവര് അപ്പുറത്തെ കടയിൽ പോയപ്പോൾ ഞാൻ പോത്തില്ല ഇവരോട്. അയ്യോ അതുപോലെ ഞാനിപ്പോൾ പെട്ടുപോയി. ഏത് ഗതികെട്ട നേരത്താണ് ക്യാമ്പിങ് എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നത് ഞാൻ. വലിയ ആവശ്യം ഉണ്ടായിരുന്ന ഇങ്ങനെങ്കിലും ആലോചിക്കണമായിരുന്നു, ഇങ്ങനെങ്കിലും പെട്ടുമൊക്കെ പോകുന്നു. അങ്ങനൊന്നും പെട്ടു ഞാൻ ആലോചിക്കും. എങ്ങനെയൊക്കെ അങ്ങനെ ടൂറിന്റെ സന്തോഷം കൊണ്ട് ഇരിക്കുമ്പോൾ ഇതൊക്കെ ആലോചിക്കും. ഇതുപോലെ തന്നെ മണ്ട വേറെ എവിടെയും കാണത്തില്ല. ആരാത്? കുട്ടിപ്പിശാച്. നീ ഒന്ന് പോ കുട്ടിപ്പിശാച്. നീ കഥ തുറന്നു തരണം, ഒന്നും തുറന്നു തരണം. നീ ഇവിടുന്ന് ഒന്ന് പോയാ മതി. പോ കുട്ടിപ്പിശാച്. നിനക്ക് എന്നെ തിന്നല്ല എന്നിട്ട് എന്നെ വിളിച്ചിട്ട് നിന്റെ ഐഡിയ ഒക്കെ എനിക്കറിയാം. പോ അവിടുന്ന്. അയ്യോ അറിയാ, അയ്യോ കുട്ടിപ്പിശാച് എന്നെ കൊല്ലാൻ വരുന്നേ. നീ നടപ്പ കിടക്കുവായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ പിന്നെ കുറെ ദൂരം പോയിട്ട് തന്നെ നിന്നെ നോക്കിയപ്പോ തന്നെ നിന്നെ കാണുന്നില്ല. നിങ്ങൾ എന്നെ തപ്പി കിടക്കുവായിരുന്നു ഇവിടെ മൊത്തം. അങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് കിട്ടി നിന്നെ. അയ്യോ അളിയാ, അളിയനോട് ഇപ്പൊ ആ കുട്ടിപ്പിശാച് ഉണ്ടായിരുന്നോ? എടാ നിന്നോടല്ലേടാ പറഞ്ഞ അതിനെ കുട്ടിപ്പിശാച് എന്ന് വിളിക്കില്ലേന്ന്. പിന്നെ കുട്ടിപ്പിശാച് എന്നല്ല പിന്നെ ചക്കരവാവേന്ന് വിളിക്കണം. പിന്നെ അങ്ങനെ വിളിച്ചാ മതി. അല്ല അളി, ഞാൻ മുമ്പ് ചോദിച്ച ഉത്തരം പറ. ആ കുട്ടിപ്പിശാച് അവിടെ ഉണ്ടായിരുന്നോന്ന് അളിയന്റെ അടുത്ത് ഇപ്പൊ അവരെ.
എന്താന്ന് നീ പറയുന്നത് വ്യക്തമാകുന്നില്ല. എന്താന്ന് ചളപ്പളാന്ന് പറയുന്നത്? കറക്റ്റ് പറ. അളിയൻ ഇപ്പൊ ഇങ്ങോട്ട് വന്ന സമയത്ത് അളിയന്റെ അടുത്ത് ആ കുട്ടി പിശാച് ഉണ്ടായിരുന്നോന്ന് ചോദിച്ചത്. ഉണ്ടായിരുന്നു. എന്താ? അപ്പൊ ഞാൻ ഇവിടെ കണ്ട കുട്ടി പിശാച്. എടാ നീ ഒന്ന് വ്യക്തമായിട്ട് പറ. അത് പിന്നെ അളിയ ഞാൻ മുമ്പേ ഇവിടെ പെട്ടുപോയായിരുന്നു. തന്നെ കഥ ഉടഞ്ഞ് ആ സമയത്താണെങ്കിലേ ആ കുട്ടി പിശാചി ഇവിടെ എത്തിയ അളിയാ. ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന അളിയാ. ഞാനിങ്ങനെ കള്ളം പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ ഞാൻ എങ്ങനെ തന്നെ ഇവിടെ ട്രാപ്പ് ആയി പോയത്? ഇപ്പൊ കഥ അടയാൻ ഞാൻ ഇങ്ങോട്ട് വരും. കഥ അടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അങ്ങോട്ട് വരത്തില്ല. കഥ തന്നെ ലോക്കായി. ഞാൻ പൊളിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, വലിച്ചിറക്കാൻ നോക്കിയിട്ട് ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നത്. അപ്പൊ അതിന് ശേഷം കുട്ടി പിശാചിനോട് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ എന്നെ കൊല്ലാൻ വന്നപ്പോൾ അളിയെ കറക്റ്റ് കയറി വന്നു. അല്ല ഇപ്പൊ എന്നെ ലെഗ് പീസൊക്കെ കടിച്ച് ഇന്നുന്നാണായിരുന്നു എൻ്റെ. അയ്യോ നീ പോടാ. ആ ഭാവം പിടിച്ച് വെച്ചിട്ട് നീ എന്തിനാ പ്രേതമാക്കുന്നേ? എന്റെ അളിയനെ ഞാൻ എങ്ങനെ വിശ്വസിച്ച് തരും? അളിയെ കഥ എങ്ങനെ തന്നെ അടയണ്ടേ? കാറ്റുണ്ടോ? അതില്ല. തന്നെ എങ്ങനെ അടയുന്നത്? ആളിയനെ ഒന്ന് അടച്ചാണോ? പിന്നെ ഞങ്ങൾ അടക്കേ. പിന്നെ ആരെ? കാറ്റാണോ? കാറ്റ് ഈ വഴി കൂടെ കയറുമോ? അതും അളിയൻ. കുട്ടിപ്പിശേഷം എന്തായാലും ആട്ടെ. നീ വാ, നമുക്ക് പോവാം അങ്ങോട്ട്. അവരെല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കും നമ്മളെ. പോവാം അങ്ങോട്ട്. ആഹാ സഞ്ജുവിനെ കിട്ടിയോ? എടാ നീ അവിടെ പോയതായിരുന്നു. എടാ സഞ്ജു, നടന്ന കാര്യങ്ങളൊന്നും പറയണ്ട കേട്ടോ. അവര് പേടിച്ചു പിന്നെ. ആ ശരി അളിയാ. അല്ലടാ നീ അവിടെ പോയതായിരുന്നു ഇത്ര നേരം. ഓ അത് വേണ്ടി ചേച്ചി, ഞാനാണെങ്കിൽ ഒരു മുറിക്കകത്ത് ഇങ്ങനെ കയറിയായിരുന്നേ. ആ സമയത്താണെങ്കിൽ കഥ ഒന്ന് ജാമായിപ്പോയി. ഞാൻ തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, ഭയങ്കര ജാമായിട്ടിരുന്നു. പിന്നെ എങ്ങനെയാലും ചവിട്ടി പൊളിച്ചു. ആ സമയത്ത് അളിയൻ വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്ന്. നമ്മളെ വീട് മൊത്തം തപ്പി കഴിഞ്ഞ് നമുക്ക് ഇനി ഫോറസ്റ്റിൽ ഇറങ്ങി നോക്കാം എവിടെയെങ്കിലും ഉണ്ടോന്ന് വരും. നമുക്കിനി വീടിന്റെ പുറത്തൊക്കെ ഒന്ന് തപ്പാം. ഇവിടെ അകത്ത് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. പുറത്തൊന്നും പോകണ്ട, അവരിവിടെ തന്നെ ഉണ്ട്. എന്റെ പൊന്നു പോലെ മോൾക്ക് അറിയത്തില്ല. നമ്മൾ വീട് മൊത്തം തപ്പിയില്ല, അരിച്ചു പെറുക്കിയല്ലോ ഓരോ മുക്കും മൂലേ വരെ. അങ്ങനെ ഇവിടെ കണ്ടോ? ഇനി പുറത്ത് ഫോറസ്റ്റിലെ എവിടെയെങ്കിലും ആയിരിക്കും അവര്. നമുക്ക് അവിടെ പോയി തപ്പാം. അത് വേണ്ട. വേണമെന്ന് പറഞ്ഞ എന്റെ അച്ഛനും അമ്മയൊന്നും കാണണ്ടേ? അവരിവിടെ തന്നെ ഉണ്ട്. എന്റെ പൊന്നു മോളെ, ഞങ്ങൾ വീട് മൊത്തം തപ്പി അരിച്ചു വരയ്ക്കാൻ ഓരോ മുക്കും മൂലേ വരെ. അതുകൊണ്ട് അവരിവിടെ ഇല്ല. പിന്നെ അവർ സീലിങ്ങിന്റെ മണ്ണിൽ കയറിപ്പുണ്ടോ? ഞങ്ങൾ എന്തായാലും വീട്ടിൽ പോവാ. നീ വരുന്നുണ്ടോ? ഞങ്ങൾ തപ്പ. നീ കൂടെ വരുന്നുണ്ടോ? തപ്പി എടുക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പോവാ. നിന്നോടൊക്കെ അല്ലടാ പോവണ്ടെന്ന് ഞാൻ പറയുന്നേ. എല്ലാം ഇവിടെ തന്നെ ഇന്ന് തപ്പിയാ മതി. അളിയ ഞാൻ പറഞ്ഞ കുട്ടിപ്പേശ ഇതാ. അളിയനിപ്പോ വിശ്വാസമായല്ലോ. അയ്യോ അച്ഛാ, എനിക്ക് പേടിയായിരുന്നു കുട്ടി പിശാചിനെ കണ്ടിട്ട്. അയ്യോ, ഞങ്ങൾ എവിടുന്ന് പോവാ വിടണേ? ആരും ഇവിടുന്ന് പോത്തില്ല, ഞാനാ പറയുന്നേ. അതിന് നിങ്ങൾക്ക് ഞങ്ങൾ വല്ല ദ്രോഹം ചെയ്തോ? പിന്നെന്തിനാ? നിങ്ങൾ എനിക്ക് ദ്രോഹം ചെയ്തോ ഇല്ലോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങളെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. നീ പറയുന്ന ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ എന്തായാലും ചെയ്തു തരാം. ഞങ്ങൾ എന്തായാലും വിടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിടാം. ഞാൻ പറയുന്ന പോലെ തന്നെ ഇപ്പൊ കേക്കണം. നിങ്ങൾ ആദ്യം എനിക്കൊരു കാക്കയെ പിടിച്ചു തരണം, കാട്ടിൽ പോയി. അതിനുശേഷം നിങ്ങൾ എനിക്കൊരു മുള്ളമ്മന്നിയും കൂടെ പിടിച്ചു തരണം. കാക്കയൊക്കെ കൊണ്ടുവരാം, പക്ഷെ മുള്ളമന്തി ഞങ്ങൾ എങ്ങനെ കൊണ്ടുവരാനാ? ഇവിടെ എത്തുമ്പോ ഞങ്ങളുടെ ദേഹത്ത് മൊത്തം മുള്ളു മുത്തി കേട്ടത്തില്ല ആ മുള്ളമന്തിയുടെ. അതൊന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആരും ഇവിടുന്ന് പോകത്തില്ല. ഞാനാ പറയുന്നേ. മര്യാദക്ക് പോയി എടുത്തിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ കിടന്നാണ് പറഞ്ഞേക്കാം. അച്ഛ ഈ കുട്ടി പിശാചിന് ഒട്ടും ബുദ്ധിയില്ല. നമ്മളെല്ലാവരും ആ വഴിക്കങ്ങ് പോകത്തില്ലേ? മുള്ളമ്മ നീ പിന്നെ കാക്കയും പിടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ആ സിറ്റി കയറി പോകും. നമ്മൾ വീട്ടിൽ എത്തും. ഓ എന്തായാലും രക്ഷപ്പെട്ടു. ഇങ്ങനെ അങ്ങ് പോവല്ലോ. അതെന്തായാലും നല്ല ഐഡിയ അളിയാ. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോവാ. എന്നാ ശരി, ഞങ്ങളാണ് കാക്കയും പിന്നെ മുള്ളമന്തിയും കൊണ്ടുവരാവേ. അല്ല, എല്ലാരും കൂടെ എങ്ങോട്ടാ പോന്നേ? പിന്നെ നീയല്ലേ പറഞ്ഞേ മുള്ളമന്തിയും വേണം പിന്നെ കാക്കയും വേണം. ഞങ്ങൾ അതിനെടുക്കാൻ പോവാ. എന്താ നിങ്ങൾ എല്ലാവരും പോണ്ട? തലക്കാലം ആ രണ്ട് കൊച്ചുങ്ങളെ എവിടെ നിർത്തിയിട്ട് പോ. നിങ്ങൾ എന്താ വിചാരിച്ച എനിക്കൊട്ടും ബുദ്ധി ഇല്ലെന്നോ? നിങ്ങളെല്ലാരും ഞാൻ പറഞ്ഞു വിടുവാണെങ്കിലേ നിങ്ങളെല്ലാരും കാക്കയും പിന്നെ മുള്ളമന്തിയും പിടിക്കാൻ പോകുന്ന പറഞ്ഞ് നിങ്ങളെ രക്ഷപ്പെട്ടു പോത്തില്ലേ? പക്ഷെ എനിക്ക് ബുദ്ധിയുണ്ട്. നിങ്ങൾ വിചാരിച്ച എന്താ അത് പക്ഷെ എതിരെയാ കേട്ടോ. ആ രണ്ട് കൊച്ചുങ്ങളെ എവിടെ നിർത്തിയിട്ട് ബാക്കി 3 പേരും പൊക്കോണം ഇവിടുന്ന്. ഓഫീസിലേക്ക് ഞങ്ങളുടെ മക്കളൊന്നും ഞങ്ങൾ നിർത്തിയിട്ട് പോകത്തില്ല, പറഞ്ഞേക്കാം. നിർത്തിയിട്ട് പോയില്ലെങ്കിലേ എല്ലാരും ഞാനിപ്പോ കരിക്കും, ഞാൻ തീ വെച്ച്. അയ്യോ ഞങ്ങൾക്ക് പേടി എവിടെ ഇരിക്കാൻ.
നിങ്ങൾ പേടിക്കണ്ട മക്കളെ, അച്ഛൻ നിങ്ങളെ കൊണ്ടേ പോകത്തുള്ളൂ. 3 പേരും പോയിട്ട് കാക്കയും മുള്ളമന്തി എനിക്ക് കൊണ്ടുതാ, അല്ലെങ്കിൽ 5 പേര് ഞാൻ ഇന്ന് കരിക്കും ഞാൻ. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെ മക്കളെ ഇവിടെ ഇട്ടിട്ട് പോകത്തില്ല. മര്യാദയ്ക്ക് പൊക്കോണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ശരിയാക്കും. ഇത് കണ്ടേ ഇവിടെ ഒരു ശൂലം നിൽക്കുന്നേ. നിങ്ങൾ പോയില്ലെങ്കിൽ ഈ ശൂലം നിങ്ങളുടെ ദേഹത്തോട്ട് ഞാൻ കറക്കി അറിയാം, എല്ലാവരുടെ ദേഹത്തോട്ടും. നീ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെ മക്കളെ ഇട്ടിട്ട് പോകത്തില്ല. ആഹാ, അപ്പൊ ഇട്ടിട്ട് പോകത്തില്ലല്ലേ? ശരിയാക്കി തരാം. അയ്യോ ഞങ്ങളൊന്നും ചെയ്യല്ലേ. അച്ഛൻ നിങ്ങൾ എല്ലാരും പൊക്കോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ഇത് കണ്ടോ, നിങ്ങൾ പോവാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് നിന്നത്. ഇനി എല്ലാരും പോയിക്കോ. എല്ലാരും അല്ല, 3 പേരും പോയിട്ട് വാ. മക്കളെ അച്ഛനും അമ്മയും മാമനും പോയിട്ട് വരാം കേട്ടോ. ആ ശരി അച്ഛാ. അല്ല കുട്ടിപ്പിശ, നിനക്ക് എന്തിനാ ഈ മുള്ളമ്മന്തിയും പിന്നെ കാക്കയും? അയ്യോ ഞങ്ങളൊന്നും ചെയ്യല്ലേ, ഞങ്ങളൊന്നും മിണ്ടുന്നില്ലേ. മര്യാദയ്ക്ക് അവിടെ രണ്ടെണ്ണം മിണ്ടായിരുന്നോ? നല്ല ശൂലം ഞാൻ എറിയും നിങ്ങളെ. ഈ കുട്ടിപ്പിശാച്ച് എന്തോ ദുഷ്ടതയാണെന്ന് അറിയാവോ? ആ ശരി, എന്താ ദുഷ്ടത്തെയാ? എനിക്ക് ദേഷ്യം വരുന്നു. ഇവിടെ നിൽക്കുന്ന ശൂലെടുത്ത് എറിയായിരുന്നു ആ സാധനത്തിന്റെ ദേഹത്തോട്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലടാ, പ്രേതങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, മനുഷ്യന്മാരെയൊക്കെ. എടാ സഞ്ജു, നമ്മൾ മുള്ളമ്മന്തി എവിടെ പോയി പിടിക്കാനാ? കാക്കയൊക്കെ കിട്ടും നോക്കി, രാത്രി കാക്കയൊന്നും കാണാനില്ല. മുള്ളമ്മന്തിനെ എവിടെ പോയി പിടിക്കാവോ? ഏത് സമയത്താണ് ആ കുട്ടിപ്പിശേഷമുള്ള ബംഗ്ലാവിൽ കയറാൻ തോന്നിയത്? ശരിയാ സഞ്ജു. ദോ അളിയ മുള്ളമന്തി. ആ ശരിയാണല്ലോ, അതേ മുള്ളമ്മന്തി. അളിയ സൂക്ഷിച്ചു പോണേ. ആ ശരി. രമേ പ്രേതം. നീ ആരാ? ഞാനൊരു ദേവത, ഈ കാട്ടിൽ ഞാനാ സംരക്ഷിക്കുന്നേ. അല്ല, നിങ്ങളെന്താ എന്നെ പിടിക്കാൻ വന്നേ? അതോ ഞങ്ങൾക്കൊരു വലിയ കഥയുണ്ട്, നിന്നോട് പറഞ്ഞുതരാം. അതുകൊണ്ട് നിന്നെ ഒരാൾ പറഞ്ഞു വിട്ടത് പിടിക്കാൻ വേണ്ടി. നിന്നെ അല്ല, മുള്ളമ്മന്തിയെ പിടിക്കാൻ വിട്ടതാ. പക്ഷെ ആ ആള് മുള്ളമ്മന്തിയെ പിടിക്കാൻ പറഞ്ഞു വിട്ടു. നീ പക്ഷെ മുള്ളമ്മന്തി എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിടിക്കാൻ വന്നപ്പോ നീ ദേവതയാ കാട്ടിലെ. നടന്ന കാര്യങ്ങളൊക്കെ പറ. ഓഹോ, നിങ്ങൾ നടക്ക്, ഞാൻ ആ കൊച്ചിനെ ശരിയാക്കി തരാം. നിങ്ങൾ കാട്ടിലെ മൃഗങ്ങളെ പിടിക്കാൻ വന്നാന്ന് ഓർത്തിട്ട് നിങ്ങളെ ശരിയാക്കണം എന്ന് കാരണം ഞാൻ മുള്ളമ്മന്നിയുടെ രൂപമായിട്ട് ഇവിടെ നടക്കും. നിങ്ങൾ എന്നെ പിടിക്കാൻ വന്നപ്പോൾ നിങ്ങളെയൊക്കെ കൊല്ലണം ആലോചിച്ചത്. പക്ഷെ നിങ്ങളൊരു പാവം പിടിച്ച ആൾക്കാരാ. അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞു വിട്ട ആളെ ഞാൻ ശരിയാക്കി തരാം, കൊച്ചിനെ. എല്ലാരും നടക്ക്. എടി ജിസ്മി, അച്ഛനും അമ്മയും മാമനും പോയിട്ട് കുറെ നേരമായല്ലോ. അവർക്കിനി എന്തെങ്കിലും പറ്റി കാണുമോ? എനിക്ക് അവരെ മുള്ളമ്മന്നി എന്താണ് ചെയ്തെന്ന് തോന്നുന്നു. എനിക്ക് പേടി വരുന്നു. ഈ പന്ന പിശാചി കാരണമല്ലേ അവര് പോയത്. മക്കളെ നമുക്ക് പോവാം. അല്ല, കൊണ്ടുവരാൻ പറഞ്ഞ 2 സാധനങ്ങൾ നീ മുള്ളമ്മന്തിയും പിന്നെ കാക്കയെന്തി? നീ പറഞ്ഞ മുള്ളമ്മന്തിയും കാക്കയും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഞങ്ങൾ പോവാ. പിന്നെ ഇപ്പൊ എല്ലാരും കൂടെ അങ്ങോട്ട് പോകും. ഇപ്പൊ ഞാൻ എല്ലാവർക്കും ശരിയാക്കി തരാം. ഇത് കണ്ട, ഈ കൂന്തലിന് നിങ്ങളെ കറക്കി അറിയാൻ പോയാണ് ഇപ്പൊ. ആഹാ, അത്രയ്ക്കായല്ലേ? ശരിയാക്കി തരാം ഞാൻ. എന്താടി കുട്ടി പിശാചി, നിനക്ക് ഇത്ര അഹങ്കാരം? അടങ്ങിയിരുന്നാണ് പറഞ്ഞേക്കാം. എടി, നീ എവിടുന്നാടി കേറി വന്നേ? നീ പോ കുട്ടി പിശാചി, ഞാൻ എവിടുന്നേലും കേറി വരും. കുട്ടി പിശാചിന്റെ അഹങ്കാരം കുറച്ചൊന്നുമല്ല. നീ പോടി, ഞാൻ ശരിയാക്കി തരാം. തേക്കുമരം, നെല്ലിക്കുമരം. നീ എന്തുകൊണ്ടാ മന്ത്രവാടി ചൊല്ലി വെച്ചത്? എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. മര്യാദയ്ക്ക് മാറ്റ്, അല്ലെങ്കിൽ നിന്നെ ശരിയാക്കും. പന്ന പിശാചി നശിച്ചു പോട്ടെ. എടി, നിനക്ക് എത്ര ധൈര്യമുണ്ട് എന്നെ നശിപ്പിക്കാൻ? നോക്കി ഒന്നും പേടിക്കല്ല. നിങ്ങൾ സമാധാനത്തോടെ നിങ്ങളുടെ വീട്ടിലോട്ട് മടങ്ങിക്കോളൂ. ആ ശരി.